ഹലോ ഹായ് നമസ്കാരം. മലയാള സിനിമയിലെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സീക്വൻസുകളെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല. അവരെ തന്നെ വിളിക്കുന്നത് സിനിമാ സ്നേഹികൾ എന്നാണ്. പക്ഷേ കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. പണ്ട് ആഘോഷിച്ചിരുന്ന പല സീനുകളും നമുക്ക് ഇന്ന് കാണുമ്പോൾ വളരെ അരോചകമായിട്ട് തോന്നും. സ്വാഭാവികം, നമുക്ക് വിവരം വെച്ചു അങ്ങനെ സീക്വൻസുകളെ ചിലപ്പോൾ നമ്മൾ തള്ളി പറഞ്ഞു വരും. പക്ഷേ അതിൻ്റെ ഇടയിൽ ചില അമൂല്യമായ സീക്വൻസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് അന്ന് കണ്ട ആ ഒരു ഭംഗി കൊണ്ടായിരിക്കില്ല ഇന്ന് നമ്മൾ ആസ്വദിക്കുക. എന്തായാലും അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള രംഗങ്ങളെ ചേർത്തുകൊണ്ട് നമ്മളൊരു പുതിയ സെഗ്മെൻറ്റ് ആരംഭിക്കുകയാണ്. പോളിസീൻ എന്നാണ് ഈ സെഗ്മെൻറ്റിൻ്റെ പേര്. മലയാളത്തിൽ എനിക്ക് പോളിസീനായിട്ട് തോന്നിയിട്ടുള്ള ചില സീനുകളുണ്ടാവും, ചില ഡയലോഗുകളുണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഗ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ചേർക്കാവുന്ന ഒരു വീഡിയോ കുറേ നാൾ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രപ്പോസൽ സീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. അത് സ്പടികം സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്നത്തെ പോളിസി എന്ന് പറയുന്നത് പത്രം എന്ന സിനിമയിൽ നിന്നാണ്. പക്ഷേ ഈ സീനിൽ ആ സിനിമയിലെ നായകൻ ഇല്ല. കാരണം ഇത് നായികയുടെ റോളാണ്. ദേവിക ശേഖർ, ജാഗ്രത പത്രം നടത്തുന്ന ശേഖരേട്ടൻ്റെ മകൾ. പത്രം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലാത്ത മലയാളികളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിലെ രംഗങ്ങൾ ഞാൻ തന്നെ എത്ര വട്ടം ആവർത്തിച്ച് കണ്ടിട്ടുണ്ട് എന്നും എനിക്കറിയില്ല. പക്ഷേ ഈ സീൻ വീണ്ടും കണ്ടു കഴിഞ്ഞപ്പോൾ അയ്യോ ഇതെന്തൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നൊരു സീനാണെന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് കാണുമ്പോൾ ഇപ്പോൾ രോമാഞ്ചം വരുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ ദേവിക ശേഖർ, മഞ്ജു വാര്യർ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം, പുള്ളിക്കാരി ഒരു ഓട്ടോറിക്ഷയിൽ വന്നിങ്ങനെ ഇറങ്ങുകയാണ്. ഓട്ടോറിക്ഷക്കാരന് പൈസ കൊടുക്കുന്ന സമയത്ത് ഓട്ടോക്കാരൻ മൈൻഡ് ചെയ്യുന്നില്ല, ഒരു താല്പര്യമില്ലാത്തതുപോലെ. അപ്പോൾ ദേവിക ശേഖർ ചോദിക്കും, എന്താ ഇന്ന് വഴക്കിടുന്നില്ലേ, ഇന്നലെ കായും പൂയും ചേർത്തൊരു മോളെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ബഹളം ഉണ്ടാക്കിയതല്ലേ എന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം ഇതേ ദേവ് ചേച്ചി, സിനിമയിൽ അങ്ങനെയാണ് പുള്ളിക്കാരിനെ വിളിക്കുന്നത്, ബഹുമാനം കൊണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ദേവ് ചേച്ചി ഇന്നലെ ഇതേ ഓട്ടോറിക്ഷയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓട്ടോക്കാരൻ മീറ്ററിൻ്റെ പകുതി അതിൻ്റെ പകുതി എന്ന് പറഞ്ഞ് എക്സ്ട്രാ പൈസ ചോദിച്ചു. ദേവിച്ച് കൊടുത്തില്ല. അങ്ങനെ ദേവിച്ച് ഈ ഓട്ടോക്കാരനായിട്ട് വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ ഓട്ടോക്കാരൻ നല്ല തെറി വിളിച്ചു. കായും പൂയും മായൊക്കെ ചേർത്ത് തന്നെയാണ് വിളിച്ചത്. ആ വിളിയൊക്കെ കേട്ട് ദേഷ്യം വന്നിരിക്കുകയായിരുന്നു ദേവി ചേച്ചി. എന്തായാലും ഇന്നലത്തത് എവിടെ എത്തി എന്നുള്ളത് ആ സിനിമയിൽ എവിടെയും പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ആ വഴക്കിൻ്റെ ബാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ദേവി ചേച്ചി ഇതേ ഓട്ടോക്കാരനെ ടൗൺ ഹാളിൻ്റെ അവിടെ കാത്തു നിന്ന് പിടിച്ച് യാത്ര ചെയ്തത്. അപ്പോൾ ഓട്ടോക്കാരൻ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്, എൻ്റെ പൊന്നു കുഞ്ഞേ എനിക്കറിയാൻ പാടില്ലായിരുന്നു ശേഖരേട്ടൻ്റെ മോളാണെന്നുള്ളത് എന്നിങ്ങനെ ഓട്ടോക്കാരൻ പൈസ കൂടുതൽ ചോദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ജോസഫ് വാഴക്കാലി എത്തുകയാണ്. സ്പടികം ജോർജ്, അദ്ദേഹമാണ് ജോസഫ് വാഴക്കാലിയുടെ കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്. വില്ലനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, ഒരു ധാർഷ്ട്യമൊക്കെ വേണമല്ലോ. അങ്ങനെ പോലീസുകാരൻ കൊണ്ടുവന്ന് ജീപ്പ് ചവിട്ടുന്നു. എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നു. ഓട്ടോക്കാരൻ അത് പിന്നെ സാറേ ഈ കുഞ്ഞ് എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുമ്പോഴേക്കും അയാൾ പിടിച്ചൊരൊറ്റ തള്ള്, എന്നിട്ട് ചീത്തവിളി തുടങ്ങുകയാണ്. എന്നിട്ട് ദേവിക ശേഖറിനോട് ചോദിക്കുന്നു, എന്താ ഇവിടെ പ്രശ്നം എന്ന്. പുള്ളിക്കാരി അതുവരെയുള്ള ഗൗരവമൊക്കെ വിട്ടിട്ട് എന്ന് കാണിച്ചു. അത് ജോസഫ് സാറിന് ഇഷ്ടപ്പെട്ടില്ല. ജോസഫ് സാറ് കണ്ണിറുക്കി കാണിക്കാൻ എന്താ പറ്റില്ലെന്നോ അങ്ങനെ എന്തൊരു സാധനം പറയുന്നുണ്ട്. അപ്പം തന്നെ കണ്ണിറുക്കി കാണിക്കാൻ പറ്റുക എന്ന് പറഞ്ഞ് ദേവിക ശേഖർ തിരിച്ചും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇത് ജോസഫ് സാറിന് പിടിക്കുന്നില്ല. പുള്ളി ഇങ്ങനെ ആക്രോശിച്ച് മുന്നിലേക്ക് ചാടുമ്പോഴേക്കും മറ്റുള്ള പോലീസുകാരൊക്കെ ഇദ്ദേഹത്തിനെ തടയുന്നുണ്ട്. ആൻഡ് കൂടെയുള്ളൊരു പോലീസുകാരൻ പറയുന്നുണ്ട് ഇത് ജാഗ്രത ശേഖരേട്ടൻ്റെ മകളാണ് എന്ന്. ഇതിൻ്റെ ഇടയിൽ ജോസഫ് വാഴക്കാലിയുടെ നെയിം പ്ലേറ്റ് നോക്കിയിട്ട് ജോസഫ് വാഴക്ക എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. അതിന് ശേഷം വാഴക്കാലി എന്ന് വായിക്കുന്നുണ്ട്. ആ ഒരു ദേഷ്യമൊക്കെ കൊണ്ട് ജോസഫ് വാഴക്കാലി ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം കൈക്കൂലി വാങ്ങുന്നതിനെക്കുറിച്ചും സ്ത്രീധനം വാങ്ങുന്നതിനെക്കുറിച്ചും ഒക്കെ ഒരു സ്റ്റഡി ക്ലാസ് ദേവിക ശേഖർ പറയുന്നു. പിന്നെ എടുത്ത വായിക്ക് ജോസഫ് സാറ് പച്ചത്തെറി വിളിക്കുകയാണ്. യൂട്യൂബിൽ കയറി നോക്കിയാൽ അത്രയും ഭാഗം മ്യൂട്ടായിട്ടാണുള്ളത്. ആ സീക്വൻസിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. ഗംഭീരമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു സീക്വൻസാണ്, കണ്ടു നോക്കേണ്ടത് തന്നെയാണ്. എന്തായാലും ആ വഴക്കിൻ്റെ ഇടയിൽ നമ്മുടെ ദേവിക ശേഖർ പറയുന്ന ഒരു ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുകയാണ്. ഈ സീനിൽ എവിടെയും ഒരു പ്രാധാന്യമില്ലാത്ത ഭാര്യയെക്കുറിച്ച് നെയ്ക്കുമ്പളങ്ങിക്ക് കയ്യും കാലും വെച്ച പോലത്തെ ഒരു ചരക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ, എന്നെ ചവിട്ടാൻ തോന്നുകയാണെങ്കിൽ അവിടെ പോയി ചവിട്ടു എന്ന് പറയുന്നുണ്ട്. ദാറ്റ് വാസ് റോങ്. ആ ഡയലോഗിന് നമ്മൾ തൂക്കിയെടുത്ത് സൈഡിലേക്ക് വെക്കുകയാണ്. ബാക്കി സീനിലേക്ക് വരികയാണ്. ഈ തെറിയെല്ലാം വിളിച്ചതിന് ശേഷം ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ് എന്ന് ദേവി ചേച്ചി പറയുമ്പോഴേക്കും ജോസഫ് സാറ് വണ്ടിയെടുത്ത് പോകുന്നു. അതിനുശേഷമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം തുടങ്ങുന്നത്. ഓട്ടോറിക്ഷക്കാരൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. പുള്ളി പറയുന്നുണ്ട് നന്നായി കുഞ്ഞേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ദേവി ചേച്ചി കുറച്ച് പൈസ എടുത്ത് ഓട്ടോക്കാരൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അയ്യോ കുഞ്ഞേ ഇത് എന്ന് അദ്ദേഹം ഭവ്യതയോടെ പറയുന്ന സമയത്ത് ഇതൊരു പ്രായച്ചിത്തമായിട്ട് കൂട്ടിയാൽ മതി. ഇന്നലെ വഴക്കിട്ടപ്പോൾ പറഞ്ഞല്ലോ വീട്ടിൽ 6-7 വയർ നിറയ്ക്കണം, രാപ്പകൽ അധ്വാനമാണ് എന്നൊക്കെ. അപ്പോൾ ഈ പൈസ കൊണ്ടുപോയി വീട്ടിലുള്ള ആ വയറുകളിൽ ഏറ്റവും ഇളയ ആൾക്ക് ഒരുപാട് മുട്ടായി വാങ്ങിക്കൊടുത്തിട്ട് ഒരു വഴക്കാളി ചേച്ചി തന്നതാണെന്ന് പറയണം എന്ന് പറയുന്നുണ്ട്. ഇന്നലെ വഴക്കിട്ട് പോയതിന് പ്രായച്ചിത്തം എന്നാണ് അവർ പറയുന്നത്. ആ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ മ്യൂസിക്കൊക്കെ ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട്. ശരിക്കും കണ്ടു നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണൊന്ന് നിറയാൻ സാധ്യതയുള്ള ആ രീതിക്ക് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സീക്വൻസ്. ഇനി ഈ സീൻ പൊളിസീനാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോലീസുകാരനുണ്ടല്ലോ ജോസഫ് വാഴക്കാലി, പുള്ളി ഇറങ്ങി വരുന്നു, ദേവി ചേച്ചിയോട് വഴക്കിടുന്നു, തെറി വിളിക്കുന്നു, പോകുന്നു. ഇന്നലെ ഇതേ ഓട്ടോക്കാരൻ ദേവി ചേച്ചിയോട്
തനിക്ക് കിട്ടേണ്ട പൈസ കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെടുന്നു, തെറി വിളിക്കുന്നു, പോകുന്നു. ഇവിടെ രണ്ടിടത്ത് സംഭവിച്ചത് രണ്ടുപേരും കാക്കിയിട്ട ആളുകളാണ്. രണ്ടുപേരും ഇവരായിട്ട് വഴക്കുണ്ടാക്കി തെറി വിളിച്ചു പോയി. പക്ഷേ പോലീസുകാരൻ്റെ അടുത്ത് പിറ്റേ ദിവസം ദേവി ചേച്ചി മുട്ടായി ആയിട്ട് പോകുന്നില്ല. മുട്ടായി വാങ്ങിക്കാനുള്ള പൈസ ആയിട്ട് പോകുന്നില്ല. ഓട്ടോക്കാരനെ അന്വേഷിച്ച് ചെല്ലുന്നുണ്ട്. രണ്ടിടത്തും സംഭവങ്ങൾ സെയിമാണ്. പക്ഷേ എന്തുകൊണ്ട് ഓട്ടോക്കാരൻ്റെ അടുത്ത് അങ്ങനെ പോകണം? ഇനി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് നിറയുന്നത് എന്തുകൊണ്ട്? ആദ്യം ഓട്ടോക്കാരൻ എന്തിനാണ് വഴക്കിട്ടതെന്ന് നോക്കാം. അടിക്കടി ഉണ്ടാകുന്ന പെട്രോളിൻ്റെ വില വർധന. പെട്രോളിൻ്റെ റേറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഡീസലിൻ്റെ വില കൂടുമ്പോൾ സ്വാഭാവികമായും പച്ചക്കറി, പലവ്യഞ്ജനങ്ങളുടെയൊക്കെ വില കൂടും. അപ്പോൾ അദ്ദേഹത്തിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അദ്ദേഹത്തിനൊരു കുടുംബമുണ്ട്, അവിടെ കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തി കൊടുക്കണം. അപ്പോൾ ഒരു ഓട്ടോക്കാരൻ്റെ ആകെയുള്ള ഇൻകം എന്ന് പറയുന്നത് ഓട്ടോ ഓടി കിട്ടുന്ന പൈസയാണ്. അതിൽ ഒരല്പം കൂടുതൽ കിട്ടാനുള്ള ഒരു ശ്രമമാണ് വഴക്കിടലിലൂടെ അയാൾ നടത്തുന്നത്. അയാൾ തെറി വിളിച്ചത് തെറ്റാണ്, അയാൾ മോശമായി സംസാരിക്കുന്ന ഒക്കെ തെറ്റാണ്. അപ്പോൾ പോലും അയാളുടെ ഈ തെറിവിളി എന്ന് പറയുന്ന ആ ഒരു പരിപാടി നടക്കുന്നതിൻ്റെ ബേസ് റീസൺ എന്ന് പറയുന്നത് അയാളുടെ ഗതികേടാണ്, ദാരിദ്ര്യമാണ് എന്ന് പറഞ്ഞ് നാട്ടിൽ അന്യായമായ ഓട്ടോ കാശ് പിടിച്ചു കുറച്ച് വാങ്ങിക്കുന്ന ഓട്ടോക്കാരെ മുഴുവൻ ഞാൻ ആ ടാഗിലിടുന്നില്ല. പക്ഷേ ആ ഓട്ടോക്കാരൻ്റെ ദേഷ്യം എന്ന് പറയുന്നത് ദേവിക ശേഖർ എന്ന് പറയുന്ന വ്യക്തി കൂടുതൽ പൈസ കൊടുക്കാത്തത് മാത്രമല്ല, അയാൾ കോൺസ്റ്റൻ്റായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനീതിയുണ്ട്. അയാളുടെ ജീവിതത്തിനെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റുള്ള എല്ലാവരും സന്തോഷമായി ജീവിക്കുന്നത് പോലെ എൻ്റെ കുടുംബവും കുട്ടികളും സന്തോഷമായി ജീവിക്കാൻ ഈ ഒരു ജോലി ചെയ്യുന്നതിലൂടെ എനിക്ക് സാധിക്കുന്നില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഒരു ഓട്ടോക്കാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന റെസ്പെക്റ്റ് കുറവ്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മൃണാൾ ഫുഡ് ബ്ലോഗർ അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു ഷോർട്സോ വീഡിയോ എന്തോ ഉണ്ടായിരുന്നു. അതിൽ കാണാൻ പറ്റും ഇവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടലിലേക്ക് ഓട്ടോക്കാരെ കയറ്റില്ല നമ്മുടെ ബോർഡ് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെ സാമൂഹ്യമായിട്ടുള്ള അസമത്വം അനുഭവിക്കുന്ന, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾ അയാളുടെ ചുറ്റുപാടിനോടുള്ള ദേഷ്യത്തെ കൂടിയാണ്, ആ ഫ്രസ്ട്രേഷനെയാണ് പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ജോസഫ് വാഴക്കാലി പാഞ്ഞു വരുന്നത് അധികാരത്തിൻ്റെ ധാർഷ്ട്യവുമായിട്ടാണ്. എൻ്റെ മുമ്പിൽ ആരും നിൽക്കേണ്ട കാര്യമില്ല, നീയൊക്കെ ആരാടാ എന്ന് പറഞ്ഞാണ് ആ ഓട്ടോക്കാരനെ പിടിച്ച് തള്ളുന്നത്. ഒരു കാരണവശാലും ആ ഓട്ടോക്കാരൻ്റെ ശരീരത്ത് കൈവെക്കാൻ ജോസഫ് വാഴക്കാലി എന്നല്ല ഒരുത്തനും അധികാരമോ അവകാശമോ ഇല്ല. അയാളത് ചെയ്യുന്നത് അയാളുടെ കയ്യിൽ അധികാരമുള്ളതുകൊണ്ടാണ്. ദേവിക ശേഖറിനോട് അയാൾ തെറിവിളി നടത്തുന്നത് എന്നെ ഒരുത്തനും ഒന്നും ചെയ്യില്ല എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ്. അത് അധികാരത്തിൻ്റെ ബോധമാണ്. ആവശ്യത്തിൽ കൂടുതൽ കുറേ കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ബോധമാണ്. ആ അഹങ്കാരത്തിനെ അഹങ്കാരമായി പ്ലേസ് ചെയ്തുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഇയാൾ പ്രതിഷേധിക്കുന്ന അനീതികളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നാടിനു വേണ്ടി ശബ്ദമുയർത്തുന്ന, ജാഗ്രത പത്രം നടത്തുന്ന ശേഖരേട്ടൻ്റെ മകൾ അവരുടെ ഉള്ളിലെ അവശേഷിക്കുന്ന നന്മയുടെ പ്രതീകമായി അയാൾക്കൊരൽപ്പം പൈസ കൂടുതൽ കൊടുത്ത്. ആ ഓട്ടോക്കാരൻ തലേ ദിവസം ബഹളം ഉണ്ടാക്കിയപ്പോൾ അവരും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ബിക്കോസ് ഇയാൾ എന്നോട് 50 രൂപ കൂടുതൽ വയ്ക്കുന്നു, ഇയാൾക്ക് ഞാൻ എന്തിനു കൊടുക്കണം? ദേഷ്യം വരും. പക്ഷേ വൈകുന്നേരം ചിലപ്പോൾ വീട്ടിൽ പോയിരുന്ന് ആലോചിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഇരുന്ന് ആലോചിച്ചപ്പോൾ അയാൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ബഹളം വെച്ചത്? അയാൾ എന്നോട് മാത്രമല്ലല്ലോ തെറിവിളി നടത്തുന്നത്. അയാളുടെ ഉള്ളിലെ സങ്കടങ്ങളുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായപ്പോൾ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നത് ഞാനായിപ്പോയി. അതിനപ്പുറം നമ്മൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഒരു ഫിഗറിനെ അവിടെ നിന്ന് മാറ്റി നിർത്തി ചിന്തിക്കുമ്പോൾ അയാൾ അർഹിക്കുന്ന ഒരു പരിഗണനയുണ്ട്. അത് കൊടുക്കണം എന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ് ദേവിക ശേഖർ അയാളോട് നല്ല രീതിയിൽ പിന്നീട് പെരുമാറുന്നത്. ഇതിനോട് ചേർത്ത് വെക്കാവുന്ന പുതിയ കാലത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഒരു വലിയ ബ്രാൻഡഡ് സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് വില പേശിയൊന്നുമില്ല. അവർ ഓഫർ തരുകയാണെങ്കിൽ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചെല്ലും, അല്ലാതെ അവിടെ ചെന്ന് വില പേശാറില്ല. എന്നാൽ അതേസമയം ഫുട്പാത്തിൽ ഒരു പാവപ്പെട്ടവൻ അവന് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു സോഴ്സൊക്കെ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ കൊണ്ടുവരുമ്പോൾ അവിടെ പോയി നമ്മൾ അതിൻ്റെ പകുതി പൈസയോ അതിൽ താഴെയോ വില പേശും. വില പേശേണ്ടതാണ്. നമ്മളെല്ലാ കാര്യവും ചോദിക്കുന്ന മോഹ വില കൊടുത്ത് വാങ്ങിക്കുക എന്ന് പറയുന്നൊരു സിസ്റ്റം ഒന്നല്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വില പേശാൻ പറ്റും. പക്ഷേ ആ വില പേശുന്ന സമയത്ത് അപ്പുറത്ത് നിന്ന് വരുന്ന, അതായത് ആ കച്ചവടക്കാരിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ആ ജോലിക്കാരിൽ നിന്ന് വരുന്ന റിയാക്ഷൻസിനെ നമ്മളോട് മാത്രമുള്ള ഒരു പേഴ്സണൽ ദേഷ്യമായി കണക്കാക്കുന്നതിന് പകരം അയാളുടെ ചുറ്റുപാടിനോട് കൂടിയുള്ള പ്രതിഷേധമാണ് ആ പ്രകടിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മളെല്ലാവരും പിറ്റേ ദിവസം ചെന്നിട്ട് ദേവി ചേച്ചി ഇതുപോലെ എല്ലാവർക്കും കാശ് കൊണ്ട് കൊടുക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എല്ലാവരെയും അങ്ങ് പരിഗണിക്കണം എന്നുമല്ല ഉദ്ദേശിക്കുന്നത്. തിരിച്ചറിവുണ്ടാകുക എന്നുള്ളതാണ്. ആ ഒരു സോഷ്യലി വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിനെ കുറച്ച് മാസ് എലമെൻ്റൊക്കെ ചേർത്തുകൊണ്ട് മഞ്ജു വാര്യർ ആ സീക്വൻസിൽ ചെയ്തിരിക്കുന്ന ഡയലോഗ് ഡെലിവറി എന്ന് പറയുന്നത് ടോപ്പ് ലെവലാണ്. ആ ഓട്ടോ ചേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ജോസഫ് വാഴക്കാലിയായിട്ട് വന്ന സ്പടികം പോലെ ഇനിയും തിളങ്ങാൻ ഒരുപാട് സ്കോപ്പുള്ളൊരു നടനാണ്. കാർബണൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ബഹിസ്ഫുരണം നിങ്ങൾക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന നല്ല സംവിധായകരും എഴുത്തുകാരും ആ നടനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകൾ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. പ്ലസ് ഈ പൊളിസീൻ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ആൻഡ് മറ്റൊരു പൊളിസീൻ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്യാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാട്ടോ. ഉണ്ണി വ്ളോഗ്സ് ഒഫീഷ്യൽ എന്ന് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ അവൈലബിൾ ആണ്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊളിസീനുകൾ ഏതൊക്കെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.